ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ഫോണ്ടന്റ് വെച്ചുള്ള കേക്കാണ്. ഈ ഫോണ്ടന്റ് ഞാൻ കവർ ചെയ്യുന്നത് വിപ്പിംഗ് ക്രീം കേക്ക് അല്ലെങ്കിൽ നമ്മുടെ ക്രീം കേക്കിൻ്റെ മുകളിലാണ് ഫോണ്ടന്റ് വെച്ച് കവർ ചെയ്യുന്നത്. ഞാൻ ഇതിനു മുമ്പ് നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്രീം കേക്കിൻ്റെ മുകളിൽ എങ്ങനെ ഫോണ്ടന്റ് വെച്ച് കവർ ചെയ്യാമെന്നതിൻ്റെ. അതേപോലെ തന്നെ ക്രിസ്മസ് ഫ്രൂട്ട് കേക്കിൻ്റെ മുകളിലും ഫോണ്ടന്റ് വെച്ച് കവർ ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഇത് സ്പഞ്ച് കേക്ക് ഉണ്ടാക്കുന്നത് മുതൽ ഫില്ലിങ്ങും അതേപോലെ നമ്മൾ ഫോണ്ടന്റ് വെച്ച് കവർ ചെയ്യുമ്പോൾ ക്രീം കേക്കിൽ എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഒത്തിരി പേര് എന്നോട് കമൻറ്റ് ചോദിക്കാറുണ്ടായിരുന്നു, നമ്മൾ ഈ ക്രീം കേക്കിൻ്റെ മുകളിൽ ഫോണ്ടന്റ് വെച്ച് കവർ ചെയ്യുമ്പോൾ ഒത്തിരി പേർക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ ആ ഡൗട്ടെല്ലാം ക്ലിയർ ആക്കുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇപ്പോൾ കേക്ക് ടോപ്പറൊക്കെ നമ്മൾ ഫോണ്ടന്റ് കേക്കിൻ്റെ മുകളിൽ എങ്ങനെ വെക്കാമെന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൽ പറയുന്നുണ്ട്. ബിഗിനേഴ്സിനൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ ആയിരിക്കും ഇത്. സ്പഞ്ച് കേക്കിന് വേണ്ടിയിട്ട് ഓൾ പർപ്പസ് ഫ്ലോർ 100 ഗ്രാം, കൊക്കോ പൗഡർ 25 ഗ്രാം, 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് എടുത്തിരിക്കുന്നത്. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, സോഡ ബൈ കാർബ് 1/2 ടീസ്പൂൺ. ഇനി ഇതെല്ലാം കൂടി ഒരു 3-4 പ്രാവശ്യം അരിച്ചെടുക്കണം. അപ്പോൾ അത് അരിച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബൗളിലേക്ക് 4 മുട്ടയാണ് വേണ്ടത് ഈ കേക്കിന്. 4 മുട്ട എന്ന് ഏകദേശം 200 ഗ്രാമിനും 220 ഗ്രാമിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഈ മുട്ട. അപ്പോൾ ഞാൻ വനില സ്പഞ്ച് കേക്ക് ഉണ്ടാക്കുന്നതിന് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 4 മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വനില എസൻസ് ഒഴിക്കാം. അതിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. അതൊന്ന് കുറച്ചൊന്ന് പതഞ്ഞ് പൊങ്ങി വരുമ്പോൾ അതിലേക്ക് പഞ്ചസാര ചേർക്കണം. അത് പൊടിക്കാത്ത പഞ്ചസാരയാണ്. 1/4 കപ്പ്, ഏകദേശം 150 ഗ്രാമിൻ്റെ അടുത്തുള്ള പഞ്ചസാരയാണ് ചേർക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ അടിച്ച് പതപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ലതുപോലെ പൊങ്ങി വരും. ഒരു 10 മിനിറ്റ് നല്ലതുപോലെ ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ മുട്ടയും പഞ്ചസാരയും നല്ലതുപോലെ പതഞ്ഞ് പൊങ്ങി വരും. ഇനി അതിലേക്ക് നമ്മൾ അരിച്ചു വെച്ച പൊടി ചേർക്കാം. കുറച്ച് വീതം പൊടി ചേർക്കാം. ഇതേപോലത്തെ ഒരു ബലൂൺ വിസ്കും കൊണ്ട് പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓവൻ 180 ഡിഗ്രിയിൽ ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് 20 മിനിറ്റ്. ഇനി ഇത് 8.5 ഇഞ്ചിൻ്റെ പാനാണ്. ആ പാനിൻ്റെ ഉള്ളിൽ ഞാൻ ബട്ടർ പേപ്പർ ഇട്ടിട്ട് കുറച്ച് കൊക്കോ പൗഡർ ഒന്ന് തൂകിയിട്ടുണ്ട്. ഈ ബാറ്റർ നമുക്കിനി ഈ ടിന്നിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ 2-3 പ്രാവശ്യം ആ ടിന്നൊന്ന് എടുത്തൊന്ന് ടാപ്പ് ചെയ്യണം. ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നല്ലതുപോലെ തണുക്കട്ടെ. തണുത്ത ശേഷം 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചോക്ലേറ്റ് ചിപ്സ് എടുത്തിട്ടുണ്ട്. സെമി സ്വീറ്റ് ചോക്ലേറ്റ് ചിപ്സാണ് എടുത്തിരിക്കുന്നത്. 150 ഗ്രാം, ഏകദേശം 1 കപ്പ് ഉണ്ടാവും. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ക്രീം ചൂടാക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ കേക്കിന് ഉപയോഗിക്കുന്ന വിപ്പിംഗ് ക്രീം തന്നെയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഒരു 5-6 മിനിറ്റ് അതങ്ങനെ ഇരിക്കട്ടെ. ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ചോക്ലേറ്റ് ചിപ്സ് നല്ലതുപോലെ മെൽറ്റായിട്ടില്ലെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് മൈക്രോവേവിൽ വയ്ക്കുക. ഒരു 10-20 സെക്കൻഡ് ഒന്ന് ചൂടാക്കി എടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഡബിൾ ബോയിൽ രീതിയിൽ ചൂടാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മെൽറ്റായി കിട്ടും. സമയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തലേദിവസം തന്നെ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കി വയ്ക്കാം. ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട, റൂം ടെമ്പറേച്ചർ തന്നെ വെച്ചാൽ മതി.
ഈ ചോക്ലേറ്റ് ഗണേഷ് നമുക്കൊരു ക്ലിംഗ് ഫിലിം വെച്ചിട്ട് നല്ലതുപോലെ കവർ ചെയ്യണം. ക്ലിംഗ് ഫിലിം ആ ചോക്ലേറ്റ് ഗണേഷിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മളത് കവർ ചെയ്യാനായിട്ട്. ഇത് നല്ലതുപോലെ തണുക്കട്ടെ. 2 മണിക്കൂറെങ്കിലും ഇങ്ങനെ വെക്കണം. ഇനി വേറൊരു ബൗളിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് ചോക്ലേറ്റ് ചിപ്സ് എടുത്തിട്ടുണ്ട്. 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ക്രീം, നമ്മുടെ വിപ്പിംഗ് ക്രീം ചൂടാക്കിയിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് വെക്കാം. ഈ ചോക്ലേറ്റ് ഗണേഷ് നമുക്ക് കേക്കിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ ഉണ്ടാക്കുന്നത് ഓറിയോ കേക്കാണ്, ഓറിയോ ഫില്ലിംഗ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 10 ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചെടുക്കണം. ഒത്തിരി അങ്ങ് പൊടിച്ച് പൗഡർ ആക്കരുത്, ചെറിയ കഷ്ണങ്ങളായിട്ടുണ്ടാവണം. നമുക്ക് കടിക്കാനൊക്കെ കിട്ടുന്ന പീസാക്കി വേണം പൊടിക്കാനായിട്ട്. ഇനി ഞാനിവിടെ 275 ഗ്രാം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ആ ക്രീം നല്ലതുപോലെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്രീം നല്ലതുപോലെ വിപ്പ് ചെയ്തെടുത്തു. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ കേക്ക് തണുത്ത ശേഷം 3 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേക്കിൻ്റെ അടിവശത്തെ ആ ലെയറാണിത്. ഇനി അതിൽ നമുക്ക് ഷുഗർ സിറപ്പ് സ്പ്രേ ചെയ്തെടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും കൂടി തിളപ്പിച്ചെടുത്ത സിറപ്പാണിത്. പിന്നെ ഫോണ്ടിൽ വെച്ച് നമ്മൾ സ്പഞ്ച് കേക്കൊക്കെ കവർ ചെയ്യുമ്പോൾ അതിൽ ഒത്തിരി അങ്ങ് സിറപ്പ് ഓവറായിട്ട് നമ്മൾ സ്പ്രേ ചെയ്യരുത്. അപ്പോൾ സൈഡിലും എല്ലാം സിറപ്പ് വെച്ചിട്ട് സ്പ്രേ ചെയ്യണം. സിറപ്പ് ഞാൻ സ്പ്രേ ചെയ്ത ആ വശമാണ് ബോട്ടിലേക്ക് വെച്ചിരിക്കുന്നത്. ഇത് മറ്റേ വശം ഇതേപോലെ തന്നെ സ്പ്രേ ചെയ്യണം. ഈ കേക്കിൻ്റെ മുകളിൽ കുറച്ച് ക്രീം എടുത്ത് സ്പ്രെഡ് ചെയ്യണം. ഗനാശ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച മിൽക്ക് ചോക്ലേറ്റിൻ്റെ ഗനാശയാണ് ഇത്. അത് കുറച്ച് ഒഴിക്കാം. അതും ഒന്ന് സ്പ്രെഡ് ചെയ്യണം. പിന്നെ നമ്മൾ പൊടിച്ചു വെച്ച ഓറിയോയുടെ പകുതി എടുത്ത് ക്രീമിൻ്റെ മുകളിലേക്ക് ഇടാം. ആ കേക്കിൻ്റെ സൈഡിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ടാക്കിയിട്ട് വേണം നമ്മൾ ആ ഫില്ലിംഗ് എല്ലാം വെക്കാനായിട്ട്. പിന്നീട് ആ ഓറിയോയുടെ മുകളിലേക്ക് കുറച്ചും കൂടി ക്രീം ഒന്ന് വെക്കണം. ഞാൻ ചോക്ലേറ്റിൻ്റെ ഗനാശ് കുറച്ച് ഒഴിക്കാം. അതും ഒന്ന് സ്പ്രെഡ് ചെയ്യുക എല്ലാ ഭാഗത്തേക്കും. ഇനി അടുത്ത ലെയറായിട്ട് ഞാൻ വെക്കുന്നത് നമ്മൾ ചോക്ലേറ്റ് സ്പഞ്ച് കേക്കിൻ്റെ ഏറ്റവും മുകൾ വശത്തെ ആ ലെയറാണ്. അത് ചെറിയതായിട്ട് ഇങ്ങനെ ഷ്രിങ്ക് ചെയ്തിരിക്കുമായിരിക്കും. അപ്പോൾ അതാണ് ഞാൻ നടുക്ക് മിഡിലായിട്ട് വെക്കുന്നത്. ഇപ്പോൾ സ്പ്രേ ചെയ്തിട്ട് നമുക്കത് ഈ ക്രീമിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. അതിനുശേഷം മറ്റേ സൈഡിൽ ഇതേപോലെ തന്നെ സ്പ്രേ ചെയ്യണം. ഇത് പതുക്കെ നമ്മളൊന്ന് വലിച്ചിങ്ങനെ കൊടുത്താൽ മതി. ആ കേക്ക് അപ്പോൾ കുറച്ച് നീണ്ട് ആ താഴത്തെ ആദ്യം വെച്ച ലെയറിൻ്റെ കേക്കിൻ്റെ ആ ലെവലിലേക്ക് വന്നോളൂ. ഇനി ഫസ്റ്റ് ലെയറിൽ ചെയ്ത ആ സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്യുന്നത്. ക്രീമും അതുപോലെ തന്നെ ഓറിയോയും ചോക്ലേറ്റ് ഗനാഷൊക്കെ സെയിം തന്നെ ചെയ്താൽ മതി ഈ ലെയറിലും. സെക്കൻഡ് ലെയറിൽ ആ ഓറിയോയുടെ ബാക്കി മുഴുവനും ഞാനിപ്പോൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഈ സെക്കൻഡ് ലെയറിൽ ക്രീം സ്പ്രെഡ് ചെയ്യുമ്പോൾ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം നമ്മൾ എടുത്തൊന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കണം. ബാക്കിയുള്ള ക്രീം മുഴുവനും ഈ കേക്കിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഞാൻ സൈഡിലെ ക്രീമൊക്കെ സ്പാറ്റിലയും കൊണ്ടൊന്ന് ലെവലാക്കി എടുക്കാം. ഈ ക്രീമിൻ്റെ മുകളിൽ ഞാൻ വെക്കാൻ പോകുന്നത് സ്പഞ്ച് കേക്കിൻ്റെ മിഡിൽ ലെയർ കേക്കാണ്. അതാകുമ്പോൾ കുറച്ച് റൗണ്ടായിട്ട് കിട്ടും ആ പീസ്. അപ്പോൾ ആ കേക്കും ഇതേപോലെ തന്നെ സ്പ്രേ ചെയ്തിട്ട് വെക്കണം. ഇനി സൈഡിലുള്ള ക്രീം ഒന്ന് ലെവലാക്കണം. ഇനി കേക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം 1 മണിക്കൂർ. അല്ലെങ്കിൽ ഫ്രീസറിൽ ഒരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ഒന്ന് വെക്കണം.
ഈ കേക്ക് ഞാൻ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പോൾ പുറത്തേക്ക് എടുത്തതാണ്. ഇനി കേക്കിൻ്റെ സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ സൈഡിലേക്കൊക്കെ കേക്ക് ചിലപ്പോൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടാകും. അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇത് ചോക്ലേറ്റ് ഫില്ലിങ്ങിന് വേണ്ടി ഞാൻ ഉപയോഗിച്ച ചോക്ലേറ്റ് ഗനാഷയാണ്. അത് കുറച്ച് ബാക്കിയുണ്ട്. ആ ഗനാഷിലേക്ക് നമ്മൾ 1/2 കപ്പ് ക്രീം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടല്ലോ, ആ ക്രീം എടുത്തിട്ട് വിപ്പ് ചെയ്ത ക്രീമാണ്. ആ ക്രീം ഒന്ന് ഈ ചോക്ലേറ്റ് ഗനാഷിലേക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. കേക്കിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചാൽ ചോക്ലേറ്റ് ഗനാഷിലേക്കുള്ള ക്രീം ഉണ്ടല്ലോ, അത് നല്ലതുപോലെ കേക്കിൻ്റെ മുകളിലും സൈഡിലും എല്ലാം തേച്ച് പിടിപ്പിക്കണം. ക്രം കോട്ടിങ്ങിനായിട്ടാണ് അത് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് കേക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. ഇപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ഇത് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എടുത്താണ്. ഇനി നല്ലതുപോലെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. ഇപ്പോൾ കേക്ക് നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. ഞാനൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേക്ക്. ഈ കേക്കിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ചോക്ലേറ്റ് വിപ്പ് ചെയ്ത് ചോക്ലേറ്റ് ഗനാഷ് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രീം കേക്കിൻ്റെ മുകളിൽ തന്നെ ഫോണ്ടന്റ് കവർ ചെയ്യുന്നത്. അതിൽ ഞാൻ ഉപയോഗിച്ചത് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷയാണ്. അപ്പോൾ കേക്ക് നല്ലതുപോലെ തണുത്തിരിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഗനാഷ് കേക്കിൻ്റെ മുകളിലും സൈഡിലും എല്ലാം തേച്ച് പിടിപ്പിക്കണം. ഇപ്പോൾ ഞാൻ ആ പറഞ്ഞിരിക്കുന്ന അളവിലുള്ള ചോക്ലേറ്റ് ഗനാഷ് ഫുള്ളായിട്ട് കേക്കിൻ്റെ മുകളിൽ സൈഡിലെല്ലാം തേച്ച് പിടിപ്പിക്കുക. ഇപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് വെച്ച് കേക്ക് കവർ ചെയ്തിട്ട് മിനിമം 2 മണിക്കൂറെങ്കിലും കേക്ക് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോഴാണ് കേക്ക് നല്ലപോലെ സെറ്റ് ആവുള്ളൂ. ഇപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ് കേക്ക്. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കേക്ക് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. ഇപ്പോൾ ഗനാഷ് നല്ലതുപോലെ ഹാർഡായിട്ടുണ്ട്. ഒട്ടും ഒട്ടിയൊന്നും പിടിക്കുന്നില്ല കയ്യിൽ. അപ്പോൾ ഈ ഗനാഷ് നമ്മൾ തേച്ച ശേഷം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ലെവൽ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഗ്ലാസ്സിലെടുത്ത് വെച്ചിട്ടുണ്ട്. ആ ചൂടുവെള്ളത്തിൽ സ്പാറ്റിൽ മുക്കിയിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ലെവൽ ചെയ്യണമെങ്കിൽ അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ബേക്കിംഗ് പേപ്പറോ 2ആക്കി മടക്കിയിട്ട് സ്മൂത്ത് ചെയ്തെടുത്താലും മതി കേക്ക്. ഇനി നമുക്ക് ഫോണ്ടന്റ് വെച്ച് കേക്ക് കവർ ചെയ്യാം. അപ്പോൾ ഒരു ഫോണ്ടന്റ് പരത്തുന്നതിന് മുമ്പായിട്ട് ആ മാറ്റിലേക്ക് കുറച്ച് ഐസിങ് ഷുഗർ ഞാനിങ്ങനെ നല്ലതുപോലെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഞാനിത് മാർസിപ്പൻ ഫോണ്ടന്റ് വെച്ചാണ് കേക്ക് കവർ ചെയ്യുന്നത്. മാർസിപ്പൻ ഫോണ്ടന്റ് ഉണ്ടാക്കിയത് 175 ഗ്രാം ആൽമണ്ട് ഫ്ലേക്സും 175 ഗ്രാം ഐസിങ് ഷുഗറും കൂടെ ചേർത്തിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ആ ഫോണ്ടന്റ് ഉണ്ടാക്കുന്നതും അത് ഫോണ്ടന്റ് കളർ കൊടുക്കുന്നതൊക്കെ വീഡിയോ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാർസിപ്പൻ ഫോണ്ടന്റ് പരത്തുമ്പോൾ ഒരു ക്ലിം ഫിലിം ആ ഫോണ്ടന്റിൻ്റെ മുകളിൽ ഇട്ടിട്ട് പരത്തുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈസിയാണ്. ഒത്തിരി അങ്ങ് ക്രാക്ക് വരാണ്ടിരിക്കാനായിട്ട് ഒത്തിരി നല്ലൊരു മെത്തേഡാണ് ഇങ്ങനെ ക്ലിം ഫിലിം ഇട്ടിട്ട് ഫോണ്ടന്റ് പരത്തുന്നത്. അപ്പോൾ ഫോണ്ടന്റ് പരത്തി വരുമ്പോൾ ആ സൈഡിലൊക്കെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വിണ്ട് കീറി വരും, അത് ക്രാക്ക് വരുന്നുണ്ടെങ്കിൽ അതൊന്ന് നമ്മൾ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതങ്ങ് ഒട്ടിപ്പോയി. അല്ലെങ്കിൽ ഇപ്പോൾ വീഡിയോ ഞാൻ കാണിക്കുന്ന റോളറും കൊണ്ട് എന്നെ ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ആ പൊട്ടി വന്നതെല്ലാം വീണ്ടും അങ്ങ് ഒട്ടിച്ചേർന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതങ്ങനെ ചെയ്ത് കൊടുക്കണം. ഇനി ഫോണ്ടന്റ് പരത്തി കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് എത്ര അളവിൽ ഫോണ്ടന്റ് പരത്തണമോ എന്നുള്ള സംശയം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ കേക്ക് ഒന്ന് അളന്ന് നോക്കാം. അത് ക്രിസ്മസ് ഫ്രൂട്ട് കേക്കിനകത്ത് ഞാൻ ഫോണ്ടന്റ് വെച്ച് കവർ ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ പറയുന്നത് നൂല് വെച്ച് നമുക്ക് അളന്നെടുക്കാം. ഇനി നമുക്ക് ഫോണ്ടന്റ് റോൾ ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഐസിങ് ഷുഗർ ഇട്ടിട്ട് വേണം റോൾ ചെയ്യാൻ, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. ഇനി നമുക്ക് പരത്തിയ ഫോണ്ടന്റ് കേക്കിൻ്റെ മുകളിലേക്ക് ഇടാം.
ഇനി ആ ഫോണ്ടിൻ്റെ മുകളിൽ നിന്ന് പതുക്കെ വലിച്ച് വേണം നമ്മൾ കേക്കിൻ്റെ സൈഡിലേക്ക് ഒട്ടിച്ച് വെക്കാനായിട്ട്. ഒത്തിരി ബലത്തിൽ ഫോണ്ടിൻ്റെ വലിക്കരുത്, അപ്പോൾ ഫോണ്ടിൻ്റെ എല്ലാം പൊട്ടിപ്പോവും. ഇനി എക്സസ് ആയിട്ടുള്ള ഫോണ്ടിൻ്റെ കട്ട് ചെയ്യണം. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്യുമ്പോൾ ഒത്തിരി ചേർത്ത് കട്ട് ചെയ്ത് കേക്കിനോട് ചേർത്ത് ആ കേക്കിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ മാറ്റി കട്ട് ചെയ്താൽ മതി. അതിനുശേഷം പിന്നീട് നമുക്ക് ബാക്കിയുള്ളത് വീണ്ടും കട്ട് ചെയ്യാവുന്നതാണ്. ചോക്ലേറ്റ് ഗനാഷ് വെച്ച് നമ്മൾ കേക്ക് കവർ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫോണ്ടൻ്റ് ഇട്ട് പരത്തുമ്പോൾ നല്ല ഈസിയാണ് കേക്കിൻ്റെ മുകളിൽ നമുക്കത് സ്മൂത്ത് ചെയ്യാനെല്ലാം. നമ്മൾ ബട്ടർ ക്രീം കേക്കിൻ്റെ മുകളിൽ സ്മൂത്ത് ചെയ്യണ പോലെ തന്നെ നമുക്ക് സ്മൂത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ കേക്കിൻ്റെ സൈഡിലുള്ള ഫോണ്ടൻ്റ് ഇങ്ങനെ ചുളുങ്ങിയിരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ വീഡിയോ കാണിക്കുന്ന പോലെ ആ ഫോണ്ടൻ്റ് പതിയെ ഒന്ന് പൊക്കിയെടുക്കുക. പൊക്കിയെടുത്തിട്ട് നമ്മൾ ആ മുകളിൽ നിന്ന് പതുക്കെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ആ ചുളുക്കമെല്ലാം ഫോണ്ടൻ്റ് ചുളുക്കമെല്ലാം മാറിക്കിട്ടും. ചോക്ലേറ്റ് ഗനാഷ് വെച്ച് കേക്ക് നല്ലതുപോലെ കവർ ചെയ്ത ശേഷമാണ് നമ്മൾ ഫോണ്ടൻ്റ് വെച്ച് കേക്ക് കവർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോണ്ടൻ്റിൻ്റെ മുകളിൽ വെള്ളമയം ഒട്ടും ഉണ്ടാവുകയില്ല. നമ്മൾ ഇനി ഫ്രിഡ്ജിലേക്ക് കേക്ക് എടുത്ത് വയ്ക്കാൻ, ഫോണ്ടൻ്റ് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ കേക്ക് എടുത്ത് വയ്ക്കുമ്പോൾ കേക്ക് ബോക്സിലാക്കി ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. ഇനി കേക്കിൻ്റെ താഴെ വെക്കാനായിട്ട് ഞാൻ ഇതിപ്പോൾ സാധാരണ ഫോണ്ടൻ്റാണ് എടുത്തിരിക്കുന്നത്. ആ ഫോണ്ടൻ്റ് നമ്മൾ മാഷ്മെല്ലോ ഫോണ്ടൻ്റാണ്. ഫോണ്ടൻ്റ് കുറച്ചെടുത്തിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. ഞാൻ ഫോണ്ടൻ്റ് നമ്മൾ വെക്കുന്നതിന് മുമ്പായിട്ട് ആ കേക്കിൻ്റെ താഴെ കുറച്ച് എഡിബിൾ ഗ്ലൂ തേച്ചിട്ട് വേണം വെക്കാനായിട്ട്. എന്നിട്ട് അത് ഒട്ടിച്ചങ്ങ് വെച്ചാൽ മതി. പിന്നെ ഇതേപോലത്തെ ടൂളുണ്ടെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുമ്പോൾ അതിനകത്തൊരു ഡിസൈൻ പോലെ വരും. ഇപ്പോൾ നമ്മൾ കേക്ക് ടോപ്പർ കേക്കിൻ്റെ മുകളിൽ എവിടെയാണ് വെക്കുന്നത് അവിടെ കുറച്ച് എഡിബിൾ ഗ്ലൂ തേക്കണം. എന്നിട്ട് വേണം നമ്മൾ കേക്ക് ടോപ്പറിൻ്റെ ടൂത്ത് പിക്ക് അങ്ങോട്ട് ഉള്ളിലോട്ട് ഇറക്കി വെക്കാനായിട്ട്. ഇപ്പോൾ കേക്ക് ടോപ്പറിന് എന്തെങ്കിലും സപ്പോർട്ട് വേണം തോന്നുവാണെങ്കിൽ ഈ കേക്ക് ടോപ്പറിൻ്റെ ബാക്കിൽ കുറച്ച് എഡിബിൾ ഗ്ലൂ തേക്കണം. എഡിബിൾ ഗ്ലൂ തേച്ചിട്ട് വേറൊരു കുറച്ച് ഫോണ്ടൻ്റ് ഉരുട്ടിയെടുത്തത് ആ ഉരുട്ടിയെടുത്ത ഫോണ്ടൻ്റിൽ ഒരു ടൂത്ത് പിക്ക് കുത്തിട്ട് കേക്കിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെക്കുക. ഇനി ആ ഫോണ്ടൻ്റ് കേക്ക് ടോപ്പറിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് വെക്കണം. ഇപ്പോൾ രാത്രിയിലാണ് നമ്മൾ ഫോണ്ടൻ്റ് വെച്ച് കേക്ക് കവർ ചെയ്യണമെങ്കിൽ ഫോണ്ടൻ്റ് വെച്ച് കവർ ചെയ്ത ശേഷം കേക്ക് ബോക്സിലാക്കി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം നമുക്ക് കേക്ക് ടോപ്പേഴ്സും അതേപോലെയുള്ള ബാക്കിയുള്ള ഡെക്കറേഷൻസൊക്കെ നമുക്ക് ചെയ്യാം. അപ്പം ആ കേക്ക് ഒന്നിലും കേക്ക് കട്ട് ചെയ്യണതിന് 1 മണിക്കൂർ 2 മണിക്കൂർ മുമ്പ്, അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമർ വന്നിട്ട് കേക്ക് കൊടുക്കുന്നതിന് 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ മുമ്പ് നമ്മൾ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തിട്ട് എല്ലാ ഡെക്കറേഷൻസും ചെയ്യാം. അതിനുശേഷം വീണ്ടും നമുക്ക് സമയമുണ്ട് ഫ്രിഡ്ജിൽ ഒന്നും കൂടെ വെക്കണമെന്ന് തോന്നുവാണെങ്കിൽ ഇതേപോലെ തന്നെ കേക്ക് കവറിലാക്കി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ AC റൂമിൽ വെച്ചാലും മതി.